COP2E വ്യക്തമാണോ? പറയുന്ന കാര്യങ്ങളുടെ വ്യക്തത ശബ്ദത്തിൻ്റെ ക്ലാരിറ്റിയുമായിട്ട് കൂടെ ചേർന്നാണിരിക്കുന്നത്. നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. കാരണം നമ്മളുടെ ആശുപത്രികൾ സുന്ദരമായിരിക്കണം, ക്വാളിറ്റി ഉള്ളതായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര അധികം മനുഷ്യരുണ്ട് എന്നതാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഇരിക്കാൻ പോലും സീറ്റില്ലാത്ത വിധത്തിൽ നമ്മുടെ ഇതിൻ്റെ പങ്കാളികളുടെ എണ്ണം കൂടിയത്. അപ്പോഴും നമ്മൾ ഇടയ്ക്കൊന്ന് അന്വേഷിച്ചേക്കണേ, എല്ലാ സ്ഥലത്തും വ്യക്തമായി ഇത് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന്. ഈ ഇടയ്ക്കുള്ള അന്വേഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കൂടുതൽ ക്ലാരിറ്റി തരും. കാരണം നമ്മൾ ആദ്യം മനസ്സിലാക്കിയതായിരിക്കത്തില്ല അല്പം കഴിഞ്ഞുള്ള അവസ്ഥ. ആ അവസ്ഥയ്ക്ക് മാറ്റം എപ്പോൾ വേണമെങ്കിലും വരാം. ഇവിടെ ഈ ഒരു ഹാളിൽ എക്കോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ശബ്ദം കുറച്ചായിരിക്കും ഇതിൻ്റെ ആംപ്ലിഫയേഴ്സ് ഉപയോഗിച്ചേക്കുക. എന്നാൽ മനുഷ്യരുടെ എണ്ണം കൂടുമ്പോൾ എക്കോ കുറയും, സൗണ്ട് കൂടുതൽ സ്പ്രെഡായി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം കൂടുതൽ പേര് ഉപയോഗിച്ചിരിക്കുന്ന വസ്ത്രങ്ങളിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ സൗണ്ട് എനർജി. സോ അതുകൊണ്ട് നമ്മുടെ ന്യൂക്കാൺ കോർണേഴ്സിൽ ആ ശബ്ദം കൃത്യമായി കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മുടെ ആൾക്കാർ കൃത്യമായി ഓരോ ഏരിയയിലും ഫീഡ്ബാക്ക് റീഅസസ് ചെയ്യണം. അപ്പോഴാണ് ഇപ്പോൾ വേണ്ടുന്ന അളവിലാണോ ശബ്ദ ക്രമീകരണം നടത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രയാജ് ചെയ്ത് പേഷ്യൻറ്റിനെ റെഡിലോ യെല്ലോയിലോ ഗ്രീനിലോ ഒക്കെ നമ്മൾ കിടത്തിയിട്ടുണ്ടാവും. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. നമ്മളിടയ്ക്ക് ആ പേഷ്യൻറ്റിനെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എമർജൻസിയാണ്. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ നമ്മളവർ വിസിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്റ്റിംഗ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്, മൊബൈലിൽ തന്നെയുണ്ട്. അത് കാരണം അവരുടെ സാഹചര്യങ്ങൾ അപ്പം തന്നെ അസസ് ചെയ്ത് നിങ്ങൾ അതിൽ എൻട്രി ചെയ്യുന്നുണ്ട്. ഇത് ഒരു അസ്വാഭാവികമായ അസാധാരണമായ കാര്യമല്ല നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ. നമ്മൾ കൂടെ നമ്മുടെ പേഷ്യൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ആ കണ്ടീഷൻ നന്നാകാം. അങ്ങനെ നന്നാകുമ്പോൾ റെഡിൽ നിന്ന് യെല്ലോയിലേക്ക് ഗ്രീനിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാം. അത്രയും സമാധാനം. കാരണം പുറത്ത് നമ്മുടെ ഡിസ്പ്ലേ യൂണിറ്റുകളിൽ ഈ എമർജൻസി പേഷ്യൻസിൻ്റെ കൃത്യമായ സ്റ്റാറ്റസ് ഗ്രേപ്സിൻ്റെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നുണ്ട്. ആ ഡിസ്പ്ലേയിൽ കാണുന്നതുകൊണ്ടാണ് നമ്മുടെ ആശുപത്രികളിൽ ഗ്രേപ്സിൽ ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ബൈസ്റ്റാൻഡേഴ്സ് അധികം ചോദ്യങ്ങൾ ചോദിക്കാത്ത. കാരണം അവരുടെ കണ്ടീഷൻസ് അവിടെ കൃത്യമായി കാണാൻ ഡിസ്പ്ലേ യൂണിറ്റുകളിൽ അത് കൃത്യമായിട്ട് അവർക്ക് കാണാൻ പറ്റും. മാത്രമല്ല ട്രീറ്റിംഗ് ഡോക്ടർക്ക് ഇൻഫർമേഷൻ കാണാൻ പറ്റും. ബാക്കി അവിടെ വരുന്ന ഓരോ കെയർ ഗീവേഴ്സിനും വ്യക്തമായി പേഷ്യൻ്റ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇനി നമ്മൾ ഗ്രീനിലെന്ന് കരുതി മാറ്റി കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിനെ റീഅസസ് ചെയ്യാതെ വിടാൻ നമുക്ക് പറ്റില്ല. കാരണം അവരുടെ കണ്ടീഷൻ ഈ ഒരു എമർജൻസി സിറ്റുവേഷനിൽ പലപ്പോഴും പേഷ്യൻസ് വരുമ്പോൾ അസ്വാഭാവിക ട്രോമ കെയറിലൊക്കെയാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ അസ്വാഭാവികമായ മെൻ്റൽ പ്രോബ്ലംസും കൂടെ ഉണ്ടാവാം. അവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ ബോഡി കണ്ടീഷനിലൊരു മാറ്റം വരാനായിട്ട് അവരുടെ മാനസികാവസ്ഥ കാരണമായേക്കാം. ചിലപ്പോൾ ശരീരത്തിൻ്റെ കണ്ടീഷൻസ് നമ്മൾ മനസ്സിലാക്കിയതായിരിക്കത്തില്ല യഥാർത്ഥത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ പേഷ്യൻ്റെ കണ്ടീഷൻ എപ്പോൾ വേണമെങ്കിലും വേഴ്സ് ആകാനുള്ള സിറ്റുവേഷനുണ്ട്, ഇമ്പ്രൂവ് ആകാനുള്ള സിറ്റുവേഷനുണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് COP2E says that patients waiting in the emergency are reassessed as appropriate for the change in status. നമ്മൾ കൃത്യമായും അവരെ റീഅസസ് ചെയ്യണം. റീഅസസ് ചെയ്ത് അവരുടെ സ്റ്റാറ്റസ്, ട്രയാജ് കണ്ടീഷൻ നമ്മൾ മാർക്ക് ചെയ്യണം, ഡോക്യുമെൻ്റ് ചെയ്യണം. എപ്പോഴാണ് ആ വേരിയേഷൻ വന്നതെന്ന് നമ്മുടെ ഡോക്യുമെൻറ്റിൽ വളരെ കൃത്യമായിട്ടുണ്ടാവണം. എന്നേരത്തെ ഇവിടെ ശബ്ദം കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്നത് ആരും ഡോക്യുമെൻ്റ് ചെയ്യേണ്ട, അതിൻ്റെ റെമഡി ചെയ്താൽ മതി. പക്ഷേ എമർജൻസി മെഡിസിൻ പലപ്പോഴും മെഡിക്കൽ ലീഗൽ കേസുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ആ ഡോക്യുമെൻറ്റേഷൻ നാളെ നമ്മളെ ഒരു പ്രോബ്ലത്തിൽ പെടാതിരിക്കാനായിട്ട്, നമ്മുടെ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, ആ സ്റ്റാറ്റസ് നല്ലതാകാനായിട്ട് സഹായിക്കും.